ഒരു വർഷമായെങ്കിൽ പോലും ഒരു ചെറിയൊരു സങ്കടം കൂടി പറയാനുണ്ട്. വിന്നർ ആവുന്ന വ്യക്തി ലേഡി ആണെന്നുണ്ടെങ്കിൽ, ഒരു ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ എന്താണ് കൊടുക്കേണ്ട ഗിഫ്റ്റ് എന്നുള്ളത് എനിക്ക് നല്ലവണ്ണം ഉറപ്പിച്ചു വെച്ചിരുന്നു എന്താണ് കൊടുക്കുന്നത്. എനിക്ക് മെസ്സേജ് അയക്കുന്നത് അവനായിരുന്നു. എനിക്ക് കൂടുതലും ഈ ചാനലിൽ അധികം വീഡിയോസിന് ലോങ് വീഡിയോസിന് വരത്തില്ല. ഹായ് ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ കാറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ഇന്ന് ഒരു വർഷമായി. സെലിബ്രേഷൻ അങ്ങനത്തെ ഐറ്റംസ് ഒന്നുമില്ല, എങ്കിലും ഒരു വർഷമായെങ്കിൽ പോലും ഒരു ചെറിയൊരു സങ്കടം കൂടി പറയാനുണ്ട്. എന്നുവെച്ചാൽ നമ്മുടെ ചാനലിൽ ചെറിയൊരു ബഗ് കണക്കുണ്ട്. കാരണം ഇപ്പോൾ തുടക്കം മുതലേ ആയാലും ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് ഒരു ലിമിറ്റിൽ കൂടുതൽ അത് റീച്ച് ആളുകളിലോട്ട് എത്തത്തില്ല. ഒരു ലിമിറ്റിൽ കൂടുതൽ ഇപ്പം കുറച്ച് വ്യൂസ് എത്തിയാൽ അത് അവിടെ സ്റ്റക്കാവും, പിന്നെ അതിൽ കൂടുതൽ അങ്ങോട്ട് പോവില്ല. അതുകൊണ്ട് പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അത് ജനുവരി 1 മുതൽ, ഫസ്റ്റ് ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന അന്ന് മുതൽ നമ്മൾ വീഡിയോസ് ഇടും. അപ്പോൾ എല്ലാവരും അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഈ ചാനലിൻ്റെ ബയോയിൽ ഈ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഈ വീഡിയോൻ്റെ താഴെയല്ല, ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതൊരു കാറ്റ്. അടുത്ത എന്താണെന്ന് വെച്ചാൽ, ഞാൻ നല്ല കല്ല് ഞാൻ 2-3 ദിവസം മുമ്പ് വരെ ഇട്ടിരുന്ന വീഡിയോസിനകത്ത്, ഇന്നലെ ഇടാൻ പറ്റിയില്ല, ഞാൻ വരെ ഇട്ടിരുന്ന വീഡിയോസിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ചാനലിൽ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് ചാനലിൻ്റെ. അപ്പോൾ ഒരു ഗിവ് അവേ കൊടുക്കുന്നുണ്ട്. അധികം സബ്സ്ക്രൈബേഴ്സൊന്നുമില്ല, ഉള്ള സബ്സ്ക്രൈബേഴ്സിന് ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ അവർക്ക് വേണ്ടി ഗിവ് അവേ കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് റൂൾസൊന്നുമില്ല, ജസ്റ്റ് കമൻറ്റ് ഇടുക. എനിക്ക് അധികം കമൻറ്റ് വരാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു കമൻറ്റ് ഇടുക എന്ന് പറഞ്ഞു. അപ്പോഴ് അതിന്ന് ഞാൻ പറഞ്ഞു അതിന് ശേഷം വരുന്ന എല്ലാ വീഡിയോസിനും കമൻറ്റ് ഇടുന്നവരില്ല വെച്ചാണ് പിക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ അധികം കമൻറ്റുകൾ വരാത്തതുകൊണ്ട് ആദ്യം ഇട്ടിരുന്ന വീഡിയോസിന് അത്യാവശ്യം കമൻ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ആ വീഡിയോൻ്റെ കമൻറ്റ്സിൽ നിന്ന് വെച്ചും കൊണ്ട് ഞാൻ വിന്നറിനെ തിരഞ്ഞെടുക്കാൻ പറ്റും. വിന്നർ ആവുന്ന വ്യക്തി ലേഡി ആണെന്നുണ്ടെങ്കിൽ, ഒരു ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ എന്താണ് കൊടുക്കേണ്ട ഗിഫ്റ്റ് എന്നുള്ളത് എനിക്ക് നല്ലവണ്ണം ഉറപ്പിച്ചു വെച്ചിരുന്നു എന്താണ് കൊടുക്കുന്നത്. പക്ഷേ ഒരു മെന്നാണെന്നുണ്ടെങ്കിൽ എന്ത് കൊടുക്കണ്ടെന്നുള്ളത് എനിക്കറിയില്ല, ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. എന്നുവെച്ചാൽ ലേഡി തന്നെ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ലേഡി ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഫിക്സ്ഡ് എഴുതി വെച്ചിട്ടുണ്ട് എന്താണെന്നുള്ളത്. പക്ഷെ മെന്നാണെന്നുണ്ടെങ്കിൽ അപ്പോഴും ചിന്തിക്കാം. ചേട്ടനടുത്തൊക്കെ ചോദിച്ചിട്ട്, ചേട്ടനൊക്കെ ഈ മെൻസിനൊക്കെ അറിയാമല്ലോ അവർക്ക് എന്തായിരിക്കും കൂടുതൽ ഇഷ്ടം എന്നുള്ളത്. ചേട്ടനടുത്ത് ചോദിച്ചിട്ട് എടുക്കാമെന്ന് വെച്ചു. വിന്നർ ആവുന്ന വ്യക്തി ലേഡി ആണെന്നുണ്ടെങ്കിൽ, ഒരു ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ എന്താണ് കൊടുക്കേണ്ട ഗിഫ്റ്റ് എന്നുള്ളത് എനിക്ക് നല്ലവണ്ണം ഉറപ്പിച്ചു വെച്ചിരുന്നു എന്താണ് കൊടുക്കുന്നത്. പക്ഷേ ഒരു മെന്നാണെന്നുണ്ടെങ്കിൽ എന്ത് കൊടുക്കണ്ടെന്നുള്ളത് എനിക്കറിയില്ല, ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. എന്നുവെച്ചാൽ ലേഡി തന്നെ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ലേഡി ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഫിക്സ്ഡ് എഴുതി വെച്ചിട്ടുണ്ട് എന്താണെന്നുള്ളത്. പക്ഷെ മെന്നാണെന്നുണ്ടെങ്കിൽ അപ്പോഴും ചിന്തിക്കാം. ചേട്ടനടുത്തൊക്കെ ചോദിച്ചിട്ട്, ചേട്ടനൊക്കെ ഈ മെൻസിനൊക്കെ അറിയാമല്ലോ അവർക്ക് എന്തായിരിക്കും കൂടുതൽ ഇഷ്ടം എന്നുള്ളത്. ചേട്ടനടുത്ത് ചോദിച്ചിട്ട് എടുക്കാമെന്ന് വെച്ചു. വിന്നറിന് ഞാൻ തിരഞ്ഞെടുത്തു. അത് ഞാൻ ഇവിടെ സ്ക്രീൻ റെക്കോർഡ് കൊടുത്തേക്കാം. അപ്പോൾ വിന്നർ ആരാന്ന് വെച്ചാൽ ഒരു ലേഡി തന്നെയാണ്. അപ്പോൾ ഗിഫ്റ്റ് എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതെനിക്കൊരു ചെയിനാണ്. ഈ സെയിം ചെയിൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഫസ്റ്റ് ഞാൻ ആദ്യമൊക്കെ ഞാൻ ഇട്ടിരുന്നത് സെയിം ഈ ചെയിൻ തന്നെയായിരുന്നു, 2 ബട്ടർഫ്ലൈക്ക് വരുന്ന. അത് ഞാൻ മാറ്റിയിട്ട് പിന്നെ ഇതൊരെണ്ണം എടുത്തു. സൂപ്പറാണ്, കുറേ ലാസ്റ്റ് ചെയ്യും. ഇത് കണക്കത്തെ ചെയിൻ എൻ്റെ കയ്യിലുണ്ട്. ഇത് പുതിയതൊരെണ്ണം വാങ്ങിച്ചതാണ്. സൂപ്പർ ചെയിനാണ്. കോയിൻസിഡൻസ് പോലെ എനിക്ക് കിട്ടിയത് എൻ്റെ സിസ്റ്ററിനെ തന്നെയാണ്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഞാൻ വിളിച്ചൊരു സിറോഡെന്ന് പറയുന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു, ഇവിടെ കൊടുത്തേക്കാം. മെയിൻലി കോമൺ ആയിട്ട് എനിക്ക് മെസ്സേജ് അയക്കുന്നത് അവനായിരുന്നു. ഞാൻ വിചാരിച്ചു അവന് കുറേ മെസ്സേജ് ഉണ്ട്, അതിനകത്ത് കമൻസ് ഉണ്ട്, ഇഷ്ടംപോലെ കമൻസ് ഉണ്ട്. ഞാൻ വിചാരിച്ചിനി കറങ്ങി തിരിഞ്ഞ് അതിനകത്ത് വരത്തോളം. അതിനകത്ത് വിന്നറായിട്ടുള്ള ആ വ്യക്തി എനിക്ക്
മെസ്സേജ് അയക്കേണ്ടതാണെന്ന് ഞാൻ പറയുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കൂടുതലും ഈ ചാനലിൽ അധികം ലോങ് വീഡിയോസിനി വരത്തില്ല. കാരണം ബഗ് അടിച്ച് നിൽക്കുകയാണ്. അത് ഞാൻ ക്ലിയർ ചെയ്യാൻ പറ്റുമെങ്കിൽ മാക്സിമം നോക്കാം. അപ്പോൾ ശരി, ബായ്. ടാറ്റ കൊടുക്ക്. അവിടെ ഇരുന്ന മക്കളെ കാണത്തില്ല, അമ്മ മടിയിലിരുന്നാലേ കാണാം. ടാറ്റ കൊടുക്ക്. ടാറ്റ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് അടിക്കണേ, ഷെയർ ചെയ്യണേ. ഓക്കെ, ബൈ.